പ്രിയപ്പെട്ട പമ്പ ബഹുമാനായ എമ്മിൻ്റെ ശ്രീ പി മമ്മിക്കുട്ടി, ആദരണീയനായ വിജയൻ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പമ്പ വിജയിച്ച ഒരു വ്യവസായ പ്രമുഖനാണ്. ആ നിലയിൽ ഒരുപാട് പദ്ധതികൾ സമയബന്ധിതമായും സമയത്തിന് മുമ്പുമൊക്കെ തീർത്തിട്ടുണ്ടാവുന്നത് ഉറപ്പാണ്. സമയത്തിന് വളരെ വില കൽപ്പിക്കുന്ന ഒരാളാണ്. സമയമാണ് മൂലധനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപാട് പദ്ധതികൾ സമയബന്ധിതമായിട്ട് തീർത്തിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഈ ചെറിയ പ്രായം കൊണ്ട്, ചെറിയ പ്രായം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ സുഹൃത്തെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അടുത്ത കാലത്ത് ഉണ്ടായ സൗഹൃദമല്ല. അദ്ദേഹത്തിന് ചെറിയ പ്രായമാകുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ ഒരു ബിസിനസ് ഔന്നത്യത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ടാണ്. പക്ഷെ ഇതുവരെ സമയബന്ധിതമായി പൂർത്തീകരിച്ച ഏത് പ്രോജക്റ്റും നൽകിയതിനേക്കാൾ വലിയ ചാരിതാർത്ഥ്യം ഏതാനും മാസം കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കയറിക്കിടക്കാൻ വീടുകൾ നിർമ്മിച്ചു കൊടുത്തതിലൂടെ പമ്പയ്ക്കുണ്ടായിട്ടുണ്ടാവുക. ഓഗസ്റ്റ് 25-ന് ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഹോം ഓഫ് യുവർ ഓൺ എന്ന CMN ട്രസ്റ്റിന്റെ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഞാനുണ്ടായി. നിങ്ങൾ ചിത്രങ്ങൾ കണ്ടതുപോലെ ഞാനുണ്ടായിരുന്നു, ശശീന്ദ്രൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്ര വേഗം തീരുന്ന ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആരുമല്ല, ഞാനും വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ പമ്പ എന്നെ ഈ വീട് കൊടുക്കുന്നതിന്റെ താക്കോൽദാന ചടങ്ങിനെ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചത് ഇതിന് മുമ്പ് തുടങ്ങിയതോ എന്റേതാണ് സത്യത്തിലാക്കും വിചാരിച്ചത്. ഓഗസ്റ്റ് 25-ന് തുടങ്ങി, ഇപ്പൊ ജനുവരി 25 ആയിട്ടില്ല, 5 മാസം ആയിട്ടില്ല. അതിവേഗത്തിലാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അപ്പോ ഏറ്റവും വലിയ സംതൃപ്തിയും ചാരിതാർത്ഥ്യവും അദ്ദേഹത്തിന് നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊന്നും ആരെയും പറയാൻ സമ്മതിക്കില്ല എന്നതാണ്. അതിന്റെ അനുഭവം ഞാൻ പറയാം. മേപ്പാടി ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പമ്പ 10 ലക്ഷം രൂപയുടെ സംഭാവന ചെയ്തു. എത്രയും ഇവിടെ പറഞ്ഞിരുന്നില്ല, 10 ലക്ഷം രൂപയാണ്. ഞാനാണ് ഏറ്റുവാങ്ങുന്നത്. അപ്പോ ഇത് ഫോട്ടോ എടുക്കണമെന്നും പത്രത്തിൽ കൊടുക്കണമെന്നും പറഞ്ഞപ്പോൾ പമ്പ അത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഇത് കണ്ടിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൂടി പ്രചോദനം ഉണ്ടാവാം. കാരണം ധാരാളം സംഭാവന ആ സമയത്ത് വരേണ്ടത് അത്യാവശ്യമായിരുന്നു. ആ സംഭാവനയൊക്കെ ഉള്ളൂ, നമുക്ക് വേറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോ ആ സംഭാവന വരേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കണം, ഞാനത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് മുമ്പേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ട് രാത്രി ഞാൻ തിരുവനന്തപുരം യാത്ര ചെയ്യാണ്. എന്നെ ബഹ്റിനിൽ നാരായണേട്ടൻ, മോഹൻദാസ് എന്നറിയാം, പമ്പയ്ക്ക് അറിയാം. എനിക്ക് വളരെ സ്നേഹവും ആദരവുമുള്ള ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അവിടുത്തെ മലയാളികളുടെ ഒരു നേതാവാണ്. നാരായണേട്ടൻ രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അങ്ങനെ വിളിക്കാൻ, അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് വളരെ വളരെ നന്നായി. ഈ പമ്പാവാസം നായർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊന്നും ആരും അറിയാറില്ല, ഒന്നും അറിയേണ്ടത് ആവശ്യമായി എന്ന് നാരായണേട്ടൻ എന്നോട് പറഞ്ഞു. വളരെ വളരെ നന്നായി അങ്ങനെ പോസ്റ്റ് ഇട്ടത് എന്ന്. ഞാൻ പറഞ്ഞു, അത് തന്നെ പമ്പ വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ ഇത് പുറത്തു വരേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞ സമ്മതം ചോദിക്കുന്നില്ല, ഞാൻ ഇടാൻ പോകണമെന്ന് പറഞ്ഞു. അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട്. പിന്നെ ധാരാളം ചെക്കുകൾ ഞാൻ ഏറ്റുവാങ്ങിയിട്ടതിന് ശേഷം
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അപ്പോൾ നാരായണേട്ടൻ പറഞ്ഞപ്പോഴാണ് ബഹ്റിനിൽ ചെയ്ത കാര്യങ്ങളുടെ ഒരു വലിപ്പം ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. ഞങ്ങളൊപ്പം പഠിച്ചവരാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ ഞാൻ തന്നെ എപ്പോഴാണെന്ന് മനസ്സിലാക്കുന്നത് അതിനൊരു തത്വശാസ്ത്രവും പമ്പയ്ക്കുണ്ട്. കാരണം ഇതൊന്നും നമ്മൾ സ്വന്തമായിട്ട് കൈവശം വയ്ക്കേണ്ടതല്ല എന്നൊരു തത്വശാസ്ത്രം എപ്പോഴും എന്നോട് പമ്പ പറയാറുണ്ട്. അർഹരായിട്ടുള്ള ആരുടെയെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട എന്ന് എപ്പോഴും പറയെങ്കിലും എനിക്ക് വലിയ മടിയാണ്. അദ്ദേഹത്തോട് ഏത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഭയങ്കര മടിയാണ്. ഇവിടെ ഒരു വാസുദേവന്റെ ചിത്രം കാണിച്ചല്ലോ. ഞാനൊരു ദിവസം അവിടുത്തെ നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാൾ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണാൻ പോയപ്പോഴാണ് എൻ്റെ മണ്ഡലത്തിലെ സ്ഥിതി എത്ര ദയനീയമാണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി ഭേദപ്പെട്ട് നിരവധി 5 or 8 ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷമുള്ളതാണ്. കരികാളി കിട്ടുമ്പോൾ തീ പിടിച്ചതാണ് ശരീരത്തിൽ. അപ്പം ഇത് ഒരു വീട് അത്യാവശ്യമാണ് എന്ന് എനിക്കറിയാം. അതിനെന്താണെന്ന് വഴി എന്ന് നോക്കിയിട്ട് ഇരിക്കുമ്പോഴാണ് പമ്പയിട്ട് അടങ്ങനെ തന്നെ ക്ഷണിക്കുന്നത് ഉദ്ഘാടനത്തിന്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഒറ്റപ്പാലത്ത് മാത്രമേ കൊടുക്കൂ, തൃത്താലയിൽ കൊടുക്കാൻ വിരോധമുണ്ടെന്ന് വെച്ചു. ഒരു വിരോധമില്ല എന്ന് പറഞ്ഞു. വളരെ മനസ്സിൽ ഞാനൊരു പേര് പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പേരയച്ചു കൊടുത്ത് അടുത്ത സെക്കൻഡിൽ, മിനിറ്റിലല്ല അടുത്ത സെക്കൻഡിൽ തന്നെ എനിക്കൊരു തംസപ്പ് മറുപടിയായിട്ട് അവരോട് പറഞ്ഞോളാമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു, അവരുടെ നമ്പർ എടുത്ത് പമ്പയ്ക്കും കൊടുത്തു. ഇപ്പോൾ അവരുടെ വീട് പണി പൂർത്തിയായി. അപ്പോൾ പറയാനുള്ള ഒരുപാട് കാര്യം പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് നിൽക്കുന്നില്ല. ഇങ്ങനെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുകൂടെ ഒരു സൂചന നൽകിയത് എനിക്ക് കഴിഞ്ഞ ദിവസം അനുഭവമുണ്ടായി. ഒരു ചികിത്സാ സഹായം ഒരു കുട്ടിയുടെ ഗവൺമാനോ മറ്റോ ആവശ്യമുണ്ട്. ചികിത്സാ സഹായത്തിന് ഒരു നാട്ടുകാരൊക്കെ കൂടി കമ്മിറ്റി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ നാട്ടിൽ കുറേ നന്മ മരങ്ങളൊക്കെ പൊട്ടി മുളച്ചിട്ടുണ്ട്. അതിലൊരു നന്മ മരത്തെ വേറെ കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ ഇറക്കുമതി ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ കുറേ ആളുകളെ കാണുന്നുണ്ട്. ഈ കണ്ടാൽ തന്നെ പെട്ടെന്ന് തോന്നുന്നുണ്ട് ഇത്തിരി വിശകാണല്ലോ എന്ന് എനിക്ക് അപ്പം തന്നെ തോന്നുന്നു. പക്ഷെ അവിടെ പറയാൻ പറ്റില്ല. അവസാനം 1 മാസം മുമ്പാണ്, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പരാതിയായിട്ട് നാട്ടുകാർ തന്നെ വന്നു, എഴുതി തയ്യാറാക്കിയ പരാതി. എന്താണെന്ന് വെച്ചാൽ 70 ലക്ഷം രൂപയോട്ട് തിരിച്ചു. പകുതി പൈസ മാത്രം ഈ ചികിത്സാ ചെലവിന് ആവശ്യമായിട്ട് വന്നു. ബാക്കി പൈസ കൈവശപ്പെടുത്തി. അതാണ് കൊടുത്തത്, ബാക്കി കൈവശപ്പെടുത്തി. അതിനെതിരെ നാട്ടുകാർ പരാതിയായിട്ട് വന്നു. അവസാനം ആ പരാതി പിന്നെ ഞാൻ തന്നെ തുടർന്ന്. അപ്പം ഞാൻ അവരോട് അപ്പം തന്നെ പറയുന്നു, ഈ കണ്ടവരെയൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് വിളിച്ചുകൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നമാണ്. എനിക്ക് അന്നേ ഇയാൾ പ്രശ്നമാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ വിളിച്ചുകൊണ്ടുവന്നത് ഞാനല്ല, ഈ സംഘാടകർ വെച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ കിണഞ്ഞ പരിശ്രമം ഈ വിദ്വാൻ നടത്തി. ഈ മുഖലക്ഷണം കൊണ്ട് തന്നെ മനസ്സിലായതുകൊണ്ട് അതിന് ഞാൻ നിന്നു കൊടുത്തു. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനം ഒരു ബിസിനസ് ആവുന്ന കാലത്താണ് ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയ പണം ആരും അറിയാതെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അമ്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ 10 പേർക്ക് വീട് 8 പൂർത്തിയായി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് 4 ദിവസം മുമ്പാണ് പറഞ്ഞെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് സമയം പാലിക്കാൻ പറ്റാതെ ഇതെന്തായാലും പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചത്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ പമ്പയെ കൂടുതൽ കരുത്തനാക്കി മാറ്റുന്നതിന് കരുത്ത് എന്ന് പറഞ്ഞാൽ ഈ ബാക്കി എല്ലാ കരുത്തും ഇപ്പൊ തന്നെ ആവശ്യം കഴിഞ്ഞിട്ടില്ല. കൂടുതൽ കരുത്തനാക്കി പമ്പയെ മാറ്റാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ കരുത്ത് നൽകുന്ന ഒന്നാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ.
അതിന് ഒരു പഴയ സത്യത്തിൻ്റെ ആശംസകൾ കൂടി നടന്നുകൊണ്ട് ഞാൻ നോക്കാം.